നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 6/7/2026 തിങ്കളാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ തന്നെ ഈ ചാനലിൽ 9 മണിക്ക് തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേരളത്തിൽ അതിശക്തമായ മഴയാണ്. അപ്പോൾ നമ്മുടെ ഈ ജൂലൈ മാസം നമുക്കൊന്ന് മഴ തോരുവാണെങ്കിൽ നമ്മൾ റബ്ബർ മേഖല രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സമയത്താണ് മഴ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഇല കൊഴിയാൻ സാധ്യത കൂടുന്നത്. അങ്ങനെ ഇല കൊഴിയുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ജൂലൈ മാസമായപ്പോഴത്തേക്ക് ഇലയെല്ലാം കൊഴിഞ്ഞു. ജനുവരി വരെയും ഇല ഇല്ലാതെ നിൽക്കുന്ന ഒരു പരുവമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉൽപ്പാദനം വളരെ കുറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം റബ്ബർ ടാപ്പിംഗ് ചെയ്ത കർഷകർക്ക് പാൽ തീരെ കുറവായിട്ടാണ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ മഴ കൂടിയതുകൊണ്ട് റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞു, ശകലങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ വർഷം റബ്ബറിന് തീരെ പാൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ജൂലൈ മാസം മഴയിൽ നിന്ന് നമ്മുടെ റബ്ബർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ റബ്ബർ മേഖല രക്ഷപ്പെട്ടു. ഇന്നലെ വേറെ ആൾ നമ്മളോട് കമൻറ്റിലൂടെ പറഞ്ഞു, ഞങ്ങൾ ചിരട്ടക്കറയാക്കുകയാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യം മുതലേ നമ്മൾ ചിരട്ടയിൽ ആസിഡ് ഒഴിച്ച് കൊടുക്കണം. ആസിഡ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ടാപ്പിങ്ങിന് ചെല്ലുമ്പോൾ ആ ചിരട്ടക്കറ ഇളക്കി അതിൻ്റെ ചോട്ടിലിട്ടിട്ട് പിന്നീട് ടാപ്പിങ്ങിന് വരുന്ന ദിവസം അത് പറക്കി കൊണ്ടുപോയി നമ്മൾ തണലുള്ള സ്ഥലത്ത് ഒരു ദിവസം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ പുകപ്പര ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ചെറിയൊരു തട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഉണക്ക ചിരട്ടക്കറയായിട്ട് തന്നെ കിട്ടും. എല്ലാവരും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 269 രൂപ, RSS-5ന് 265 രൂപ, ISNR 20ക്ക് 230 രൂപ, ലാറ്റക്സ് 60%ന് 171 രൂപ 70 പൈസ, ലൂസിന് 260 രൂപ, ലോട്ടിന് 226 രൂപ മുതൽ 232 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 171 രൂപ, 60% DRC ഉള്ള ഒട്ടുപാലിന് 128 രൂപ 25 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 269 രൂപ, RSS-5ന് 265 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 261 രൂപ, RSS-5ന് 257 രൂപ, ISS 217 രൂപ 50 പൈസ മുതൽ 218 രൂപ വരെയും, ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 144 രൂപ മുതൽ 157 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 240 രൂപ, ഫാക്ടറി വില 250 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 12,000 രൂപ, 30% DRC ഉള്ളതിന് 14,400 രൂപ, 35% DRC ഉള്ളതിന് 16,800 രൂപ. വേറെ നമുക്ക് കമൻറ്ററിലൂടെ ഒരാൾ വെച്ച് പറഞ്ഞു അവർക്ക് ഈ പറയുന്ന വില കിട്ടുന്നില്ല എന്ന് കടയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വ്യാപാരി വില നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. വേറൊരാൾ നമ്മളോട് കമൻറ്റിലൂടെ പറഞ്ഞു അവർക്ക് ഈ ലാറ്റക്സിൻ്റെ വ്യാപാരി വില കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില എന്ന് പറഞ്ഞാൽ 240 രൂപയുണ്ട്, ഫാക്ടറി വില 250 രൂപയുണ്ട്. അപ്പോൾ ഫാക്ടറി വിലയിൽ നിന്നും 10 രൂപ താഴ്ത്തിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിലും താഴ്ത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വില 240 രൂപയാണ്. ചിലപ്പോൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചിലപ്പം ഒരു 5 രൂപ 6 രൂപയൊക്കെ വ്യത്യാസം വരാം. എങ്കിലും എന്നാലും 230 രൂപ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടണം. ചിലർ പറഞ്ഞു 210 അവർക്ക് കിട്ടുന്നുണ്ടെന്നും. അപ്പോൾ അത് അങ്ങനല്ല. അപ്പോൾ അതിൽ കൂടുതൽ വിലയുണ്ട് ഇന്ന്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.